അടൂർ ബൈപ്പാസിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. പന്തളം സ്വദേശികളായ സബിൻ, വിഷ്ണു, ആദർശ്, സൂരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വിഷ്ണു, ആദർശ് എന്നിവരുടെ പരിക്ക് ഗുരുതരമാണ്. അമിത വേഗത്തിൽ എത്തിയ കാർ ലോറിയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. CK അഭിലാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാൽ, രാവിലെ തന്നെ വരുന്ന ദാരുണമായ ഒരു അപകട വാർത്ത. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? എപ്പോഴായിരുന്നു? പരിക്കേറ്റവരുടെ നില ഇപ്പോൾ എങ്ങനെയാണ്? എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ KRS പാഴ്സൽ ലോറിയിലേക്ക് എതിർദിശയിലെത്തിയ കാർ അമിത വേഗതയിൽ പാഞ്ഞു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പാഴ്സൽ ലോറി റോഡിന് കുറുകെ മറിഞ്ഞു. കാർ പരിപൂർണമായി തകരുകയും ചെയ്തു. കാറിലുണ്ടായിരുന്നത് 4 യുവാക്കളാണ്. അവർ 4 പേരും പന്തളം സ്വദേശികളാണ്. സബിൻ, വിഷ്ണു, ആദർശ്, സൂരജ് എന്നിവരാണ്. ഇതിൽ വിഷ്ണുവിന്റെയും ആദർശിന്റെയും നില അല്പം സാരമുള്ളതാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആദ്യം അടൂർ ജനറൽ ആശുപത്രി പ്രവേശിപ്പിച്ച അതിൽ ആദർശിനെ പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപക്ഷെ കാറിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് ഇടയാക്കിയത് എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. അപകടത്തെ തുടർന്ന് ബൈപ്പാസിൽ ഉണ്ടായ ഗതാഗത തടസ്സം 4:30 പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. വലിയൊരു അപകടം തന്നെയാണ് നടന്നത്. ആ ഇടിയുടെ പ്രഹരത്തിൽ കാർ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. 4 പേർക്കാണ് ഇന്ന് പുലർച്ചെയുണ്ടായ അടൂർ ബൈപ്പാസിലുണ്ടായ അപകടത്തിൽ പരിക്കേറ്റത്. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. വിവരങ്ങളാണ് CK അഭിലാൽ നൽകിയത്.